ജെൻഡർ സ്റ്റഡീസിലെ മൊഡ്യൂൾ 1-ലെയും 2-ലെയും 3-ലെയും ഒക്കെ തിയറി പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 4-ലെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തിയറിക്കകത്ത് ഓരോ ടോപ്പിക്ക് വെച്ച്, അതായത് ഷോർട്ട് സമ്മറീസ് പോലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോയിരിക്കുന്ന ഓരോ ടോപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1-നകത്ത് വരുന്നത് ജെൻഡർ എന്നുള്ളതാണ്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ കൺസ്ട്രക്ഷൻ, അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ വേർഡ് സെക്സ്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. അപ്പോൾ ജെൻഡറും സെക്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയുവാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ബോഡി വെച്ചിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല. ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ആ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എങ്ങനെയാണ്, അതാണ് സെക്സ് എന്ന് പറയുന്നത്. അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ഓക്കെ, ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പെക്ട്രം ആണ്. അത് എന്ത് വേണമെങ്കിലും അതിനകത്ത് ഇൻക്ലൂഡഡ് ആവാം. ആൻഡ് സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബയോളജിക്കൽ സെക്സ്. അപ്പം ജെൻഡറും സെക്സും നമ്മൾ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത് ആ ബോഡി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഐ മീൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് സെക്സ് എന്ന് പറയുന്നു. അല്ലാത്ത വെറും ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെന്നുണ്ടെങ്കിലും ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻഡ് ആണ്. അതായത് നമ്മളൊരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു സൊസൈറ്റിയിലോട്ട് ജനിച്ചു കഴിഞ്ഞാൽ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക, അതാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ട് ബിഹേവ് ചെയ്യുകയാണ്, അതായത് ലേൺഡ് ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അത് സൊസൈറ്റി എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്ത്രീയും പുരുഷനും എങ്ങനെയാണോ നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പഠിക്കുന്ന ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലും ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ പീരീഡ്സിലും. ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്ന ജെൻഡർ എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അതിനകത്ത് ഇങ്ങനെ പുതിയ അഡീഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു ബൈനറി കൺസെപ്റ്റ് അല്ല, അതായത് മെയില് ഫീമെയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ജെൻഡർ എന്ന് പറയുന്നത്. അതാണ് ബൈനറി കൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നത്. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പേഴ്സണൽ സെൻസാണ്, അതായത് ആളുകളുടെ ജെൻഡർ ആളുകൾക്ക് തന്നെ തീരുമാനിക്കാം. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു അലൈൻ വിത്ത് സെക്സ്. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ബൈനറി കോൺസെപ്റ്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ആൻഡ് പിന്നെ ജെൻഡർ ഇക്വാളിറ്റിക്കുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതായത് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഈ റിജിഡ് ആയിട്ടുള്ള ജെൻഡർ റോൾസിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ട്രഗിൾ ഫോർ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത പേട്രിയാർക്കിയാണ്. പേട്രിയാർക്കി എന്ന് പറഞ്ഞൊരു സോഷ്യൽ സിസ്റ്റമാണ്. മെൻ ആണ് പ്രൈമറി പവർ ഹോൾഡ് ചെയ്യുന്നത്, പൊളിറ്റിക്കലാണെങ്കിലും എക്കണോമിക്കലാണെങ്കിലും സോഷ്യൽ സ്ട്രക്ചേഴ്സിലാണെങ്കിലും. അത് ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ എന്താണ്, അത് റൂട്ടഡ് ആണ്. ആൻഡ് മെയിൽ അതോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് മെയിൽ അതോറിറ്റി, അതാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഈ ഒരു പേട്രിയാർക്കി എന്നുള്ള കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളെ ഒപ്രസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതർ മാർജിനലൈസ്ഡ് ജെൻഡേഴ്സിനെയും ഒപ്രസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പേട്രിയാർക്കി എന്ന്. പേട്രിയാർക്കി എങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ അൺഈക്വൽ ആയിട്ടുള്ള വേജസിൽ, ലിമിറ്റഡ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അതർ മാർജിനലൈസ്ഡ് ജെൻഡേഴ്സിന് റെപ്രസെൻറ്റേഷൻ കിട്ടാത്തത്, ജെൻഡർ ബേസ്ഡ് വയലൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യം എന്താണ്? പേട്രിയാർക്കി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വിമൻ എന്ന് പറയുന്നത് നാച്ചുറലി സബോർഡിനേറ്റ് ടു മെൻ ആണ് എന്നാണ്. അതാണ് പേട്രിയാർക്കിയുടെ ഒരു നോഷൻ അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഈ ഒരു കാര്യത്തിനെ ഡിസ്മാൻഡിൽ ചെയ്യാനാണ് നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പേട്രിയാർക്കൽ സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ വിമന്റെ സെക്ഷുവാലിറ്റി, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത കോൺസെപ്റ്റ് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് അത് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ബൈ ബ്ലഡ് അല്ലെങ്കിൽ ബൈ മാരേജ് അല്ലെങ്കിൽ ബൈ അഡോപ്ഷൻ വഴി റിലേറ്റഡ് ആകുന്നു. അതാണ് ഫാമിലി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ പേട്രിയാർക്കൽ നോംസ് കൊണ്ടായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഫെമിനിസ്റ്റുകൾ ഈ ഒരു ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഫാമിലി റോൾസും എക്സ്പെക്ടേഷൻസ് പറയുന്ന ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലും ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ പീരീഡിലും ഡിഫറെൻ്റ് ആണ്. സിംഗിൾ പാരൻ്റ് ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പ് ഉണ്ട്, അല്ലേ, LGBTQ+ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഫാമിലിയിൽ ആരായിരിക്കും ഡൊമസ്റ്റിക് ലേബർ ചെയ്യുന്നത്? സ്ത്രീകളായിരിക്കും. ആൻഡ് പിന്നെ എന്താണ്,
അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ഫെമിനിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓൾവേസ് വിമൻ എന്ന് പറയുന്നതാണ് കെയർ ടേക്കർ അല്ലെങ്കിൽ കെയർ ഗിവർ എന്ന് പറയുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിനെ ഫാദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാദർ ലൈക്ക് ഫിഗർ അല്ലെങ്കിൽ മെൻ ആണ് ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ ഫെമിനിസം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഐഡന്റിറ്റീസ് ആണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടേം ആണ്. പേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന്റെ അതായത് ഒരു ഇൻഡിവിജ്വൽ എന്തിനോടാണ് അല്ലെങ്കിൽ ഏത് ജെൻഡറാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ നോൺ ബൈനറി ആണോ, അത് അയാളായിരിക്കും തീരുമാനിക്കുന്നത്. ആൻഡ് അടുത്ത സെക്ഷൽ ഐഡന്റിറ്റി. സെക്ഷൽ ഐഡന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻഡിവിജ്വൽ റൊമാൻറ്റിക്കലി ആണോ സെക്ഷുവലി ആണോ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, അയാളെ സെക്ഷൽ ഐഡന്റിറ്റി എന്താണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആവാം. ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലും ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസിലും നമുക്ക് അത് ഷിഫ്റ്റ് ആവുകയും ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യലിസം ആണ്. എസെൻഷ്യലിസം എന്ന് പറഞ്ഞൊരു ബിലീഫാണ്. അതായത് ചില സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സർട്ടൻ ബിഹേവിയർ അല്ലെങ്കിൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ആണെന്നും അത് നാച്ചുറൽ ആണ്, അൺചേഞ്ചബിൾ ആണ്. അതാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ജെൻഡർ എസെൻഷ്യലിസം എന്ന് പറയുന്നത് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, മെന്നിനും വിമനിനും ഫിക്സഡ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെന്ന്. ഫെമിനിസ്റ്റുകൾ ഈ എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എന്താണ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഈ എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പേട്രിയാർക്കി, ജെൻഡർ ബേസ്ഡ് വയലൻസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഹാപ്പൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എസെൻഷ്യലിസ്റ്റ് വ്യൂസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ജെൻഡർ റോൾസ് റേസിസം ഡിസ്ക്രിമിനേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എസെൻഷ്യലിസ്റ്റ് വ്യൂസ്. ഓക്കെ, എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് ഐഡിയ ദാറ്റ് വിമൻ എന്ന് പറയുന്നത് നാച്ചുറലി നർച്ചറിങ് ആണെന്നും മെൻ എന്ന് പറയുന്നത് അഗ്രസീവ് ആണെന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ജെൻഡർ എസെൻഷ്യലിസം ആണ്. പിന്നെ ആന്റി എസെൻഷ്യലിസ്റ്റ് തിയറീസ് ഒക്കെ ജൂഡിത്ത് ബട്ട്ലറിനെ പോലുള്ള ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഷീ ആർഗ്യൂഡ് ദാറ്റ് ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു പെർഫോമൻസ് മാത്രമാണ്, അതൊരു നാച്ചുറൽ ആയിട്ടൊരു കോൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഡിഫറൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ഗ്രൂപ്പ്സും എങ്ങനെയാണ് ഐഡന്റിറ്റി, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻ വെച്ച് ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് ആൻഡ് ക്യൂർ തിയറീസും ഒക്കെ ഈ ഡിഫറൻസിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. റേസ്, ജെൻഡർ, സെക്ഷുവാലിറ്റി, ക്ലാസ്, ഡിസബിലിറ്റി ഇതൊക്കെയാണ് ഡിഫറൻസിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറയുന്ന ഐഡിയോളജി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഐഡിയോളജി എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ബിലീഫ്സ്. അതെങ്ങനെയാണ് ആളുകളെ അല്ലെങ്കിൽ ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ആ ഒരു കോൺസെപ്റ്റിനെ ഷേപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. പേട്രിയാർക്കൽ ഐഡിയോളജി എന്താണ് പറയുന്നത്, ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ, മെയിൽ ഡോമിനൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫെമിനിസ്റ്റ് തിയറി ഐഡിയോളജി എന്താണ് പറയുന്നത്, ഒപ്രഷനെ റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ ഐഡിയോളജീസ് എന്ന് പറയുന്നത് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ് ആവാം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റും ആവാം. അതായത് ഹിഡൻ ആയിട്ടും കിടക്കാം അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടും കിടക്കാം. ക്ലിയർ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ഡോക്ട്രിൻസ്, ഓരോ റിലിജനും ഓരോ ഐഡിയോളജീസ് ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്ന് വെച്ചാൽ ഒളിഞ്ഞു കിടക്കുന്ന രീതിയിൽ. അപ്പോൾ അത് മീഡിയ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ്. എഡ്യൂക്കേഷൻ, മീഡിയ, അതിലൂടെയാണ് ഐഡിയോളജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ ഇന്റർസെക്ഷനാലിറ്റി ആണ്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഹൗ മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് കിംബർലി ക്രെൻഷോ ആണ് ഇത് കോയിൻ ചെയ്ത് ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഓൺലി വൺ ഫോം ഓഫ് ഒപ്രഷൻ അല്ല, ഒരുപാട് ഫോംസ് ഓഫ് ഒപ്രഷൻ ഉണ്ട്, ഒരുപാട് മൾട്ടിപ്പിൾ പോയിന്റ്സ് ഓഫ് വ്യൂ. അതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റേസിസോ ഉണ്ട്, സെക്സിസോ ഉണ്ട്. സ്ത്രീ ആണെന്നുള്ളതും ഉണ്ട്, സെക്സിസോ ഉണ്ട്, പക്ഷേ കളറിന്റെ ബേസിസ് അപ്പോൾ റേസിസോ ഉണ്ട്. അതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫെമിനിസം ആണ്. ഫെമിനിസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ്. ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണിത്. ആൻഡ് പേട്രിയാർക്കൽ ഒപ്രഷനെതിരെ കൊണ്ടുവന്നതാണ് ഫെമിനിസം. മൾട്ടിപ്പിൾ ഫെമിനിസം ആണുള്ളത്. ലിബറൽ ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്, ഇന്റർസെക്ഷണൽ ഫെമിനിസം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്. ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് ലീഗൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ളത്. റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് റെവല്യൂഷണറി, ആ ഒരു പേട്രിയാർക്കി എന്നുള്ള ഫണ്ടമെന്റൽ സിസ്റ്റത്തിനെ മടിമുടി മാറ്റുക. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് വെച്ചാൽ ജെൻഡർ ഒപ്രഷൻ എങ്ങനെയാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിളിൽ കൊണ്ടുവരുന്നത്, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്, അതിനെ മാറ്റുന്നതാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. ഇന്റർസെക്ഷണലിസ്റ്റ് ഫെമിനിസം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡറും റേസും ക്ലാസും സെക്ഷുവാലിറ്റിയും ഒക്കെ ആയിട്ടുള്ളൊരു കണക്റ്റഡ്നെസ്സിനെയാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറയുന്നത്. എക്കോ ഫെമിനിസം ഉണ്ട്, സ്ത്രീകളും അതായത് വിമന്റെ ഓപ്പറേഷനും എൻവയോൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷനും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആകുന്നു.
ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫെമിനിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇനി വുമണിസം ആണ്. വുമണിസം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആണ്. വിമൻ ഓഫ് കളർ, അതായത് ഈ വിമൻ ഓഫ് കളർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ബ്ലാക്ക് കളർ വരും, ബ്ലാക്ക്, നമ്മുടെ ബ്രൗൺ കളർ, അതായത് ഏഷ്യക്കാർ വരാം, അതുപോലെ തന്നെ എന്താ പറയുക ഇന്ത്യൻസ് വരാം, പിന്നെ ഈ ആഫ്രിക്കൻസ്, അവരെയാണ് വിമൻ ഓഫ് കളർ എന്ന് പറയുന്നത്. അവരുടെ ആ സ്കിന്നിന്റെ കളർ വെച്ചിട്ട്, അതായത് വൈറ്റ് അല്ലാത്തവർ, അതാണ് വിമൻ ഓഫ് കളർ എന്ന് പറയുന്നത്. സോ ആ ഒരു അവരെ സെന്റർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആണ് ബ്ലാക്ക് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കോയിൻ ചെയ്ത ആലിസ് വോക്കർ ആണ്. വുമണിസം ക്രിട്ടിസൈസ് ചെയ്യുന്നത് റേസിസം, വൈറ്റ് ഫെമിനിസം, അതായത് റേസിസം, അതുപോലെ തന്നെ വൈറ്റ് ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സെക്സിസം, ഓക്കെ, ഇതെല്ലാം ആഫ്രിക്കൻ ലിബറേഷൻ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഫെമിനിസം എന്നുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ലിബറേഷൻ മൂവ്മെന്റിലൊക്കെ എങ്ങനെയാണ് ഈ വൈറ്റ് ഫെമിനിസം, സെക്സിസം അല്ലെങ്കിൽ റേസിസം പോലുള്ള കോൺസെപ്റ്റ് തേടി വരുന്നത് അല്ലെങ്കിൽ കയറി വരുന്നത്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തൊരു ടേമാണ് വുമണിസം എന്ന് പറയുന്നത്. വുമണിസം അഡ്വക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസ് വേണം, ജെൻഡറിനെ ബേസ് ചെയ്ത് മാത്രം ആവരുത്. റേസിനെയും ക്ലാസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടൊരു സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്ന ബ്ലാക്ക് വിമൺ ഇന്റലക്ച്വൽസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫെമിനിസത്തിനെയാണ് ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് വുമണിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ ദളിത് ഫെമിനിസം ആണ്. ദളിത് ഫെമിനിസം എന്ന് പറയുമ്പോൾ കാസ്റ്റും ജെൻഡർ ഒപ്രഷനും എങ്ങനെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ, അതാണ് ദളിത് ഫെമിനിസം. ഫെമിനിസവും വരുന്നുണ്ട്, ആ കാസ്റ്റിന്റെ ഇഷ്യൂവും വരുന്നുണ്ട്, അതാണ് ദളിത് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ഈ മെയിൻ സ്ട്രീം ഫെമിനിസം അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഫെമിനിസം എന്നുള്ളൊരു മൂവ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെതിരായിട്ട് കൊണ്ടുവന്നാണ് ദളിത് ഫെമിനിസം എന്ന് പറയുന്നത്. ദളിത് വിമൺ ഫേസ് ചെയ്യുന്ന വയലൻസും കാസ്റ്റിലും ബേസ് ചെയ്ത് ജെൻഡറിനെയും ബേസ് ചെയ്ത് ഫേസ് ചെയ്യുന്ന വയലൻസ് എന്താണ്. അപ്പോൾ ഈ ദളിത് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്തിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്? കാസ്റ്റിനെയും അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കിയും, അതായത് ഹൈ കാസ്റ്റിലുള്ളവരെ പേട്രിയാർക്കിയും ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോവർ കാസ്റ്റ് വിമന് വോയിസ് കൊടുക്കുക, അതാണ് ദളിത് ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇസ്ലാമിക് ഫെമിനിസം ആണ്. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് ജെൻഡർ ജസ്റ്റിസ് വിത്തിൻ ഇസ്ലാമിക് ഫ്രെയിം വർക്ക്, പേട്രിയാർക്കിയും അതായത് ഇസ്ലാമിലുള്ള പേട്രിയാർക്കൽ ഇന്റർപ്രിട്ടേഷനെയും ചലഞ്ച് ചെയ്യുന്നു. പിന്നെ മുസ്ലിം വിമനെതിരെയുള്ള വെസ്റ്റേൺ സ്റ്റീരിയോ ടൈപ്സ് അതിനെയും ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്ന ഖുറാൻ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ആൻഡ് ഓൾസോ ദേ ക്രിട്ടിസൈസ് റിലിജൻ വെച്ചിട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത്. വിമൻസ് റൈറ്റ് എഡ്യൂക്കേഷനിലും വർക്കിലും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലും പ്രൊമോട്ട് ചെയ്യുന്നു, അതാണ് ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബോഡി എന്നുള്ള ബോഡി എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ, സെക്ഷുവാലിറ്റി, പവർ, ഈ മൂന്ന് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആണ് ബോഡി എന്ന് പറയുന്നത്. ബോഡി വൈസ് എങ്ങനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ, പവർ ഡിസ്ക്രിമിനേഷൻ വരുന്നത്. ഇപ്പോൾ ഫെമിനിസ്റ്റ് തിയറി ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പേട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകളുടെ ബോഡിയും കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ നാച്ചുറലി അവർക്കൊരു നർച്ചറിങ് പവർ ഉണ്ട്. സ്ത്രീകളുടെ റീപ്രൊഡക്ഷൻ, ആ ഒരു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് വെച്ചിട്ട് അവർ പിന്നെന്താ പറയുക, പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആ ഒരു ഇത്ര ഈക്വാളിറ്റി കൊടുക്കേണ്ട കാര്യമില്ല. ബയോളജിക്കലി വെച്ച് നോക്കുമ്പോൾ അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കുക, ഫാമിലി നോക്കുക, ഇതൊക്കെയാണെന്നാണ്. അത് അവരുടെ ബോഡി വെച്ചിട്ടാണ് ഈ ഒരു ഐഡിയ അവർ മെയിൻറ്റെയിൻ ചെയ്തത്, പേട്രിയാർക്കി. ഓക്കെ, ബോഡി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയൽസ് ഒക്കെ സ്ത്രീകളുടെ ബോഡീസിൽ കൊണ്ടുവരാം. ബോഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നതിന്റെ ഒരു സ്ട്രഗിൾ ആണ് ബോഡി എന്ന് പറയുന്നത്, ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിൾ ആണ്. ഓക്കെ, ഡിസബിലിറ്റി സ്റ്റഡീസിലും ബോഡി എങ്ങനെയാണ് ഡിഫറൻ്റ്ലി വാല്യൂ ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ബോഡിക്കകത്ത് വരുന്നത്. അടുത്ത സെക്ഷുവാലിറ്റീസ് ആണ്. സെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഇൻഡിവിജ്വലിന്റെ പാറ്റേൺ ഓഫ് സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ എന്താണ്, സെക്ഷൽ ഐഡന്റിറ്റി എന്താണ്, അത് ബയോളജിക്കൽ, ഫിസിയോളജിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് ഷേപ്പ് ചെയ്യുന്നത്. ഹെട്രോനോർമേറ്റിവിറ്റിയും ഹെട്രോസെക്ഷുവാലിറ്റി എന്തുവാണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സേ ഉള്ളൂ, അതാണ് ഹെട്രോസെക്ഷുവാലിറ്റി. ഓക്കെ, ഹോമോസെക്ഷുവാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു അട്രാക്ഷൻ ടുവേർഡ്സ് സെയിം സെക്സ്. പിന്നെ ഈ സെക്ഷുവാലിറ്റിയുടെ ഈ റിജിഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻസ് എതിരെയാണ് ക്യൂർ തിയറി ചലഞ്ച് ചെയ്യുന്നത്. ക്യൂർ തിയറി എന്ന് വെച്ചാൽ ഈ LGBTQ+ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തിയറിയാണ് ക്യൂർ തിയറി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹെട്രോസെക്ഷുവാലിറ്റി ഡോമിനേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള മാർജിനലൈസ്ഡ് ജെൻഡേഴ്സിൽ. ഓക്കെ, പെർഫോമേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പെർഫോമേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി, എസ്പെഷ്യലി ജെൻഡർ എങ്ങനെയാണ് നമ്മൾ
പെർഫോം ചെയ്യുന്നത് സൊസൈറ്റിയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതെല്ലാം പഠിച്ചു വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ പെർഫോം ചെയ്യുവാണ്. അപ്പോൾ പെർഫോമേറ്റിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡറുമായിട്ട് എപ്പോഴും റിലേറ്റഡ് ആയിട്ട് എഴുതാവൂ. ജൂഡിത്ത് ബട്ട്ലറാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും ജെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഇസ് വെറും പെർഫോമൻസ് ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ക്ലോത്തിങ് ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും ജസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറും പെർഫോം ചെയ്യുവാണ്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ റിലേറ്റീവ്സിനെയും ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവരെങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഈ ജെൻഡർ പെർഫോമൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ ആളുകൾ മാറുമ്പോഴാണ് ഈ LGBT കമ്മ്യൂണിറ്റി പോലുള്ള കോൺസെപ്റ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് വരുന്നത്, കമ്മ്യൂണിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജെൻഡറിനെ ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമേറ്റിവിറ്റി ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. അതായത് സൊസൈറ്റി അത്രയും കാലം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മാറി നിൽക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? ഈ LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവരെ അവരെ നമ്മൾ മാറ്റി നിർത്തുന്നതും മാർജിനലൈസ് ചെയ്യുന്നതും. പിന്നെ ഹെട്രോസെക്ഷുവാലിറ്റിയാണ്. ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ സെക്ഷൽ അട്രാക്ഷൻ ടു ഓപ്പോസിറ്റ് ജെൻഡർ. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടും നോർമൽ ഫോം ഓഫ് സെക്ഷുവാലിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിനെയാണ് ഫെമിനിസവും ക്യൂർ തിയറീസും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഒരു സൊസൈറ്റിയിൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന് പറയുന്നത്. കമ്പൽസറി ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സൊസൈറ്റിയുടെ പ്രഷർ അനുസരിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചില ആളുകൾ, അതായത് ഈവൻ ദോ അവർ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും അവർ സൊസൈറ്റിയുടെ പ്രഷർ ഉള്ളതുകൊണ്ട് അവർ ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? അവർ എൻഫോഴ്സ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഹെട്രോസെക്ഷുവാലിറ്റിയാണ് ഒരുപാട് ലീഗൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവിലേജ് ചെയ്യുന്നത് അതർ ദാൻ ഹോമോസെക്ഷുവാലിറ്റി. പിന്നെന്താണ്? ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണെന്നും അതൊരു ഫിക്സഡ് ഐഡന്റിറ്റി അല്ല എന്നും ചിലർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ടേം എന്ന് പറയുന്നത് സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ എന്താണ് അയാളുടെ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ എന്താണ്, റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ്റെ പാറ്റേൺ എന്താണ്, അതാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അയാൾ ഐഡന്റിഫൈ ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിഫൈ ചെയ്യുന്ന സെക്ഷൽ പാറ്റേൺ അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ എന്താണ്, അതാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഹെട്രോസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, ബൈസെക്ഷുവാലിറ്റി ഇതൊക്കെയാണ് സെക്ഷൽ ഓറിയന്റേഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ കാര്യവും എന്താണ്? അതൊരു സ്പെക്ട്രമാണ്, അതൊരു ഫ്ലൂയിഡാണ്, അതൊരു ഫിക്സഡ് കാറ്റഗറി അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൽ ഓറിയന്റേഷനും ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഈ LGBTQ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആക്ടിവിസമാണ് ഒരുപാട് സെക്ഷൽ ഓറിയന്റേഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലേ? നെക്സ്റ്റ് വരുന്നത് നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ് ആണ്. നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെട്രോസെക്ഷുവാലിറ്റി ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഡിസയർ, അതാണ് നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റി. അതായത് LGBTQ കമ്മ്യൂണിറ്റിയുടെ അവരുടെ സെക്ഷുവാലിറ്റിയാണ് നമ്മൾ നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നോർമേറ്റീവ് അല്ല, അത് അവർ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഡിസയർ എന്ന് പറയുന്നത് എന്താണ്? ഡിസയർ എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ഇമോഷണൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ടുവേർഡ്സ് സമ്മൺ അല്ലെങ്കിൽ സംതിങ്. അത് ജെൻഡറിലൂടെയും സെക്ഷുവാലിറ്റിയിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിസയർ കൺട്രോൾഡ് ആൻഡ് റിപ്രസ്ഡ് ആണെന്നാണ് ഫെമിനിസവും ക്യൂർ തിയറീസും പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഹെട്രോസെക്ഷുവാലിറ്റി എന്നുള്ള ഡിസയർ ആണ്, അത് നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതർ ദാൻ ഹെട്രോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അതർ ദാൻ ഈ നോർമേറ്റീവ് സെക്ഷുവാലിറ്റിക്ക് എതിരെ വരുന്നതെല്ലാം എതിരെ വരുന്ന ഡിസയർ എല്ലാം അബ്നോർമൽ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു അസംഷനാണ്. അതായത് ഹെട്രോസെക്ഷുവാലിറ്റി ആണ് നോർമൽ സെക്ഷുവാലിറ്റി എന്നുള്ളത്. ആ ഒരു അസംഷനെയാണ് നമ്മൾ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെ ഫോളോ ചെയ്യുക, സെക്ഷുവാലിറ്റിയിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള ബൈനറി കോൺസെപ്റ്റേ ഉള്ളൂ എന്നുള്ള അത് റീഇൻഫോഴ്സ് ചെയ്യുക, അതാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഹെട്രോനോർമേറ്റിവിറ്റി എന്നുള്ള അസംഷനാണ് LGBT കമ്മ്യൂണിറ്റിയെ മാർജിനലൈസ് ചെയ്യുന്നത്. മാരേജിലൂടെ ആണെങ്കിലും ഫാമിലി സ്ട്രക്ചറിലൂടെ ആണെങ്കിലും ഈ ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ നെറേറ്റീവ്സ്, മീഡിയയിലൂടെ ആണെങ്കിലും ഈ ഹെട്രോനോർമേറ്റീവ് റിലേഷൻഷിപ്പാണ് കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യാൻ അവർ നോക്കുന്നത്. ഈ LGBTQ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നതും ഈ ഹെട്രോനോർമേറ്റീവ് എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ക്യൂർ തിയറി ഇതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്, ഹെട്രോനോർമേറ്റിവിറ്റിയാണ് ചലഞ്ച് ചെയ്യുന്നത്. കാരണം ഇത് ഫ്ലൂയിഡ് ആണെന്നും ഡൈവേഴ്സ് ഐഡന്റിറ്റീസ് ഉണ്ടെന്നുമാണ് അവർ പറയുന്നത്, ക്യൂർ തിയറി പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ ടുവേർഡ്സ് എ സെയിം ജെൻഡർ. ഓക്കെ,
അതൊരു എല്ലാ കൾച്ചറിലും ഹിസ്റ്റോറിക്കൽ പീരീഡ്സിൽ എക്സിസ്റ്റ് ചെയ്തൊരു കോൺസെപ്റ്റാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സൊസൈറ്റീസ് അതിനെ ക്രിമിനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് LGBTQ കമ്മ്യൂണിറ്റി ഈ ഒരു ഇതിന് വേണ്ടിയാണ് പിന്നെ ഫൈറ്റ് ചെയ്യുന്നത്. ലീഗൽ ആൻഡ് സോഷ്യൽ അക്സെപ്റ്റൻസ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഹോമോഫോബിയ എന്നുള്ളത് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമോഫോബിയ എന്ന് വെച്ചാൽ ഇവർക്കെതിരെ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് വയലൻസ് അല്ലെങ്കിൽ ഹേറ്റ്രഡ് ടുവേർഡ്സ് ഹോമോസെക്ഷുവാലിറ്റി. അതാണ് ഹോമോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് LGBTQI ആണ്. LGBTQI എന്ന് വെച്ചാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ ആൻഡ് ഇന്റർസെക്സ്. ഇതിൻ്റെ ഫുൾ ഫോമാണ്, LGBTQIയുടെ ഫുൾ ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. LGBTQI എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. LGBTQI കമ്മ്യൂണിറ്റി ഒരുപാട് ഡിസ്ക്രിമിനേഷനും ക്രിമിനലൈസേഷനും മാർജിനലൈസേഷനും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൂവ്മെന്റിനെയാണ് പ്രൈഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് റെയിൻബോ കളർ ഫ്ലാഗ് ആണ് ഇവരുടെ പ്രൈഡ് മൂവ്മെന്റിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് കൺട്രീസ് ഹോമോസെക്ഷുവാലിറ്റിയെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളുടെ രാജ്യങ്ങളിൽ ഇപ്പോഴും അത് ക്രിമിനലൈസേഷൻ ഉണ്ട്. അതായത് അവരിപ്പോഴും മാരേജ് ഇക്വാളിറ്റിക്ക് വേണ്ടിയും ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോസിന് വേണ്ടിയൊക്കെ ഇപ്പോഴും ലീഗലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്യൂർ എന്നുള്ളതാണ്. ക്യൂർ എന്ന് വെച്ചാൽ ഒരു അംബ്രല്ല ടേമാണ്. ഈ LGBTQI കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരെ പറയുന്നൊരു അംബ്രല്ല ടേമാണ്. അവരുടെ ഐഡന്റിറ്റീസിനെ ഒറ്റ പേരിട്ട് വിളിക്കുന്നതാണ് ക്യൂർ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ഇത് ശരിക്കും പറഞ്ഞാൽ ക്യൂർ എന്ന് വെച്ചാൽ സ്ട്രേഞ്ച് അല്ലെങ്കിൽ വേറൊരു മീനിങ് ആയിരുന്നു. അപ്പോൾ ക്യൂർ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയെ ഈ ജെൻഡറിൻ്റെയും സെക്ഷുവാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള റിജിഡ് സ്ട്രക്ചേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്, തിയറിയാണ് ക്യൂർ തിയറി എന്ന് പറയുന്നത്. ക്യൂർ തിയറി പറയുന്നത് ജെൻഡർ ആണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും അത് ഫ്ലൂയിഡ് ആണെന്നാണ്, അത് ഫിക്സഡ് ഐഡന്റിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്യൂർ ആക്ടിവിസ്റ്റുകൾ എന്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഈ ഹെട്രോസെക്ഷുവാലിറ്റി, ട്രാൻസ്ഫോബിയ, അതായത് ഹോമോഫോബിയ, ഇങ്ങനെയുള്ളതിനൊക്കെതിരെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി അയാളുടെ സെക്ഷൽ ഐഡന്റിറ്റിയുമായിട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെയാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ മെയിലായിട്ട് ജനിച്ചു, പക്ഷേ അയാളുടെ ബൈ ബർത്ത് അയാളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ചിലപ്പോൾ ഫീമെയിലിൻ്റെ ആയിരിക്കും. അയാളുടെ മനസ്സിൽ മെയിലായിട്ടായിരിക്കും അയാൾക്ക് തോന്നുന്നത്. അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് മെയിലായിട്ടായിരിക്കും, പക്ഷേ ബോഡി വൈസ് നോക്കുമ്പോൾ അയാൾ ഫീമെയിൽ ആയിരിക്കും. അതാണ് ട്രാൻസ്ജെൻഡർ. അങ്ങനെ ജനിക്കുന്ന ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ്, അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അവർ ഹോർമോൺ തെറാപ്പിയും സർജറിയും ഒക്കെ ചെയ്തിട്ടാണ് അവർ മെഡിക്കൽ ട്രാൻസിഷൻ നടത്തിയാണ് അവർ ട്രാൻസ്സെക്ഷലായി മാറുന്നത്. ഓക്കെ. അപ്പോൾ ട്രാൻസ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലും അതുപോലെ തന്നെ ഒരുപാട് കൾച്ചേഴ്സിലൊക്കെ ഉണ്ട്. സൗത്ത് ഏഷ്യയിൽ അവരെ വിളിക്കുന്ന പേര് ഹിജ്റാസ് എന്നാണ്. ഹെൽത്ത് കെയറിലും എംപ്ലോയ്മെന്റിലും ലീഗൽ റെക്കഗ്നേഷനൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ ഓപ്പോസിറ്റ് ടേമാണ് സിസ്ജെൻഡർ. അതായത് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയാണ് നമ്മൾ സിസ്ജെൻഡർ പീപ്പിൾ എന്ന് പറയുന്നത്. ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനറി കോൺസെപ്റ്റ് ഓഫ് ജെൻഡറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവർക്ക് നേരെയുള്ള വയലൻസ് ആൻഡ് ഹേറ്റഡിനെയാണ് നമ്മൾ ട്രാൻസ്ഫോബിയ എന്ന് പറയുന്നത്. പിന്നെ പ്രൈഡ് പരേഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈഡ് പരേഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ LGBTQI കമ്മ്യൂണിറ്റിയുടെ ഒരു പബ്ലിക് സെലിബ്രേഷനാണ്. അവരുടെ ഐഡന്റിറ്റീസ്, ഹിസ്റ്ററി ആൻഡ് അവരുടെ ആക്ടിവിസത്തിന് പബ്ലിക്കലി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൈഡ് പരേഡ് എന്ന് പറയുന്നത്. അവരൊരു പരേഡ് മാർച്ച് നടത്തും. ഫസ്റ്റ് പ്രൈഡ് മാർച്ച് നടത്തുന്നത് 1970-ലായിരുന്നു. പ്രൈഡ് ഇവൻറ്റ്സ് ഗ്ലോബലി ഒക്കർ ചെയ്യുന്ന കാര്യമാണ്. ഇവർക്ക് വിസിബിലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഡിസ്ക്രിമിനേഷനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ളൊരു മാർച്ചാണിത്. ആക്ടിവിസം ഓറിയൻറ്റഡ് ആണിത്. പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുക. സം കൺട്രീസ് പ്രൈഡ് ഇവൻറ്റ്സിനെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്, ഹെവിലി റെസ്ട്രിക്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ പോസ്റ്റ് ഹ്യൂമൻ ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റ് ഹ്യൂമനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എന്നുള്ള ഐഡന്റിറ്റി അത് ഫിക്സഡ് അല്ല, സെൻട്രൽ അല്ല. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമാണ് പോസ്റ്റ് ഹ്യൂമനിസം. ടെക്നോളജി, ആനിമൽസ്, എൻവയോൺമെന്റ് ഇതിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ഹ്യൂമനിസം എന്നുള്ള കോൺസെപ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എൻഹാൻസ്മെന്റ് ടെക്നോളജി വഴി എങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു, ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇതിനകത്ത് വരുന്നൊരു തിയറിയാണ് സൈബോർഗ് തിയറി എന്ന് പറയുന്നത്. അത് ഡോണ ഹാരവേ ആണ് കൊണ്ടുവന്നത്.
ഫെമിനിസവും പോസ്റ്റ് ഹ്യൂമനിസവും തമ്മിലുള്ളൊരു മിക്സാണ് സൈബോർഗ് തിയറി എന്ന് പറയുന്നത്. അതിനകത്ത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളും വരും. അതിനകത്ത് പറയാം സൈബോർഗ് തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ ഹാരവേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസും മെഷീൻസും ആനിമൽസും തമ്മിലുള്ള ആ ബൗണ്ടറി ഉണ്ടല്ലോ, അത് ചലഞ്ച് ചെയ്യുന്ന കോൺസെപ്റ്റാണ് സൈബോർഗ് തിയറി എന്ന് പറയുന്നത്. ജെൻഡറും ഐഡന്റിറ്റിയും ബോഡിയും എല്ലാം ഫ്ലൂയിഡ് ആണെന്നും അത് വെറും കൺസ്ട്രക്ഷൻസ് ആണെന്നുമാണ് ഈ ഒരു തിയറിക്ക് അനുസരിച്ച് പറയുന്നത്. അവർ മെയിൽ ഫീമെയിൽ നേച്ചർ കൾച്ചർ ഇതിനൊക്കെ എതിരാണ് ഇവർ. അങ്ങനെയുള്ളൊരു ബൈനറി കോൺസെപ്റ്റുകൾക്കെല്ലാം ഇവർ എതിരാണ്. അതുപോലെ തന്നെ ഇവർ ട്രഡീഷണൽ ഫെമിനിസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, എന്തൊക്കെയാണോ ഫിക്സഡ് ആയിട്ടിരിക്കുന്നത് അതിനെല്ലാം ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ സൈബോർഗ് തിയറി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ടേം എന്ന് പറയുന്നത് കൾച്ചറാണ്. കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർഡ് ബിലീവ്സ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ്, അതാണ് കൾച്ചർ. അതിനകത്ത് ജെൻഡർ നോം, സെക്ഷൽ ഐഡന്റിറ്റി അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫെമിനിസം, ക്യൂർ സ്റ്റഡീസ്, ക്യൂർ തിയറിയൊക്കെ കൾച്ചർ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. ഗ്ലോബലൈസേഷനൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. പിന്നെ മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്കണോമിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് എങ്ങനെ അസോസിയേറ്റഡ് ആയിട്ട് മാറി, ജെൻഡർ റോൾസ് ഒക്കെ എങ്ങനെ റീഷേപ്ഡ് ആയി, ഫാമിലി സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെ മാറി, ഫെമിനിസം, അതുപോലെ തന്നെ എന്താ പറയുക സയന്റിഫിക് അഡ്വാൻസ്മെന്റ്, LGBTQ കമ്മ്യൂണിറ്റിയൊക്കെ ഇതിനകത്ത് വരും, മോഡേണിറ്റിക്കകത്ത് വരുന്ന കാര്യമാണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും ഒക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. കൺസംഷൻ ആണ് അടുത്ത ടോപ്പിക്ക്. കൺസംഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഗുഡ്സ് ആൻഡ് സർവീസിനെ യൂസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അതാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസംഷനകത്ത് പറയുമ്പോൾ നമ്മൾ ബ്യൂട്ടി ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ പറയണം. ഇതിനകത്തും ക്യൂറും ഫെമിനിസവും ഒക്കെ വരുന്നുണ്ട്. പിന്നെന്താണ്, കൺസ്യൂമർ ഈ ഒരു കൺസംഷനകത്താണ് വരുന്നത് പിങ്ക് വാഷിംഗ് എന്നുള്ളൊരു ടേം. പിങ്ക് വാഷിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ കോർപ്പറേറ്റ് കമ്പനീസ് LGBTQI ഇമേജറി വെച്ചിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അവരുമായിട്ട് റിയൽ കമ്മിറ്റ്മെന്റ് ഒന്നും കാണത്തില്ല അവരെ, പക്ഷേ കോർപ്പറേറ്റ് കമ്പനീസ് അവരുടെ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി അവരുടെ ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്യും. അതാണ് പിങ്ക് വാഷിംഗ് എന്ന് പറയുന്നത്. റിയൽ ആയിട്ട് ഇവർ ഈ LGBTQ കമ്മ്യൂണിറ്റിയെ എൻകറേജ് ചെയ്യുകയോ ഒന്നും കാണത്തില്ല, കമ്മിറ്റ്മെന്റ് കാണത്തില്ല. പക്ഷേ എന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും, കോർപ്പറേറ്റ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇവരെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കും, ഒരു കൈൻഡ് ഓഫ് ഫേക്ക്നെസ്. ഓക്കെ. പിന്നെ സെക്ഷൽ എക്കോണമിയാണ്. സെക്ഷൽ എക്കോണമി എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റിയും എക്കോണമിയുമായിട്ട് എങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെക്സ് വർക്ക് എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി കമ്മോഡിഫൈ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ, പൈസയ്ക്ക് വേണ്ടി സെക്സ് വർക്ക് ചെയ്യുന്നു അത്. പിന്നെ അതുപോലെ തന്നെ മീഡിയയിലും അഡ്വർടൈസ്മെന്റിലും അകത്തൊക്കെ നമുക്ക് സെക്ഷലൈസ്ഡ് ഇമേജറി കാണാൻ സാധിക്കും, പ്രോഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കിച്ചൺ വർക്കിൽ കിച്ചൺ പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ അഡ്വർടൈസ്മെന്റിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ലിപ്സ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതാണ് ഈ സെക്ഷലൈസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ. മീഡിയയിലും അഡ്വർടൈസ്മെന്റിലും നമുക്ക് ഒരുപാട് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കമ്മോഡിറ്റി കൾച്ചറാണ്. കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഈവൻ ഐഡന്റിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്, അതാണ് കമ്മോഡിറ്റി കൾച്ചർ. എന്ത് കാര്യവും നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്മോഡിഫൈ ആക്കി മാറ്റുന്നത്, എന്ത് കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളെയും നമ്മളിപ്പോൾ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കല്യാണം ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു കമ്മോഡിറ്റി കൾച്ചറാക്കി മാറ്റിയേക്കാണ്. ഡൗറി, പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, ഡൗറി വാങ്ങിക്കുന്നു, കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു, സ്വർണ്ണം വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മോഡിറ്റിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റലിസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾച്ചർ കൊണ്ടുവന്നത്. ഫെമിനിസ്റ്റുകൾ വിമന്റെ ബോഡി അല്ലെങ്കിൽ ബ്യൂട്ടി എങ്ങനെയാണ് കമ്മോഡിഫൈ ചെയ്യുന്നതെന്ന് അഡ്വർടൈസ്മെന്റിലും മീഡിയയിലും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പിന്നെന്താണ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഇൻഡസ്ട്രീസിനെയൊക്കെ ഈ കമ്മോഡിറ്റി കൾച്ചറിൽ വരുന്നതാണ്. പിന്നെ ഈ സെലിബ്രിറ്റി കൾച്ചർ, അവരെങ്ങനെയാണ് ഈ പ്രോഡക്ട്സിനെയൊക്കെ ഇങ്ങനെ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ഫെയിം വെച്ചിട്ട് എങ്ങനെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഓൺലൈൻ സ്പേസസ് ഒക്കെയാണ് കമ്മോഡിറ്റി കൾച്ചറിനെ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്തത്. ഓക്കെ, ഈ ഡിജിറ്റൽ ബ്രാൻഡിങ് ഒക്കെ വഴി. പിന്നെ വരുന്നത് പവറാണ്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺട്രോൾ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്, അതാണ് പവർ എന്ന് പറയുന്നത്. ഈ ഫെമിനിസ്റ്റ് തിയറിയൊക്കെ പവർ വെച്ചിട്ട് പവർ എങ്ങനെയാണ് പേട്രിയാർക്കി ക്യാപിറ്റലിസം ഒക്കെ കൊണ്ടുവരുന്നത് അതിനെയാണ് ഇവർ ചലഞ്ച് ചെയ്യുന്നത്. മൈക്കൽ ഫൂക്കോ ആണ് തിയറി ഓഫ് പവർ കൊണ്ടുവന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് പവറിനെ കൊണ്ടുവന്നത്. അതായത് പവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും എല്ലാ ഡിസ്കോഴ്സിലും ഉണ്ട്, എവരിഡേ ലൈഫിലുണ്ടെന്നുള്ളത് മൈക്കൽ ഫൂക്കോ ആണ് കൊണ്ടുവന്നത്.
പിന്നെ ഈ #MeToo മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പവർ സെക്ഷൽ ഹാരസ്മെൻറ്റിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്നൊരു സംഭവമാണിത് MeToo മൂവ്മെൻറ്റ്. പിന്നെ മാരേജ് ലോസ്, ജെൻഡർ ഐഡൻറ്റിറ്റി റെക്കഗ്നീഷൻ, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ഇതൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് പവറിലൂടെ, ഇതൊക്കെ ഇതിനകത്തൂടെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനകത്ത് വരുന്ന കാര്യമാണ്. അടുത്ത സെക്ഷൽ പൊളിറ്റിക്സ് ആണ്. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് പവർ, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ്റർസെക്റ്റഡ് ആവുന്നത് ഒരു സൊസൈറ്റിയിൽ. ഇപ്പോൾ ഫെമിനിസ്റ്റുകാർ പറയുന്നത് വെച്ചാൽ സെക്ഷുവാലിറ്റിയെ ലോ, റിലീജിയൻ ആൻഡ് കൾച്ചറൽ നോംസിലൂടെ റെഗുലേറ്റ് ചെയ്യുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നാണ്. പിന്നെ മാരേജ്, ഫാമിലി ആൻഡ് മൊറാലിറ്റിയിലൂടെ വീണ്ടും സെക്ഷൽ ലിബറേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ക്യൂർ മൂവ്മെൻറ്റിൻ്റെ കാര്യം ഇതിനകത്ത് പറയാം. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അബോർഷൻ റൈറ്റ്സ്, കോൺട്രാസെപ്ഷൻ ആക്സസ്, ഇതൊക്കെ സെക്ഷൽ പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് പ്രസവിക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഒന്നടങ്കം അവരെ ജഡ്ജ് ചെയ്യും, അല്ലേ? പ്രസവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സ്ഫുൾ നേച്ചർ സൊസൈറ്റിയുടെ. അബോർഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇത്ര വയസ്സ് വരെ, പിന്നെ കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര വയസ്സ് വരെ എന്നൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ, അതാണ് സെക്ഷൽ പൊളിറ്റിക്സിനകത്ത് വരുന്നത്. സെക്സ് വർക്ക്, പോണോഗ്രഫി, പിന്നെന്താണ്, ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ സെക്ഷൽ പൊളിറ്റിക്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഹോമോസെക്ഷുവാലിറ്റിയെ ക്രിമിനലൈസ് ചെയ്യുക, സെക്സ് വർക്കിനെ എക്സ്പോസ് ചെയ്ത് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇതൊക്കെ സെക്ഷൽ പൊളിറ്റിക്സിനകത്ത് വരുന്ന കാര്യമാണ്. ഇനി എന്താണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്? ഡിസ്കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോളജിനെയും പവറിനെയും ഐഡൻറ്റിറ്റിയെയും ഷേപ്പ് ചെയ്യുന്നത്. ഫൂക്കോ ആണ് ഡിസ്കോഴ്സ് എന്നുള്ളതും പവർ എന്നുള്ള കോൺസെപ്റ്റും ഒക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ഫൂക്കോ ആർഗ്യൂ ചെയ്തത് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ കാര്യമാണ് സോഷ്യൽ റിയാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനെതിരെയാണ് ഫെമിനിസ്റ്റുകളും ക്യൂർ തിയറിസ്റ്റുകളും ഈ ഡിസ്കോഴ്സ് എങ്ങനെയാണ് ഈ പേട്രിയാർക്കി പോലെയുള്ള കാര്യങ്ങളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്. മീഡിയയും പൊളിറ്റിക്സും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഡിസ്കോഴ്സ്. അതായത് അവരും ഈ ഡിസ്കോഴ്സ് വഴി എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഹെട്രോനോർമേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഹെട്രോസെക്ഷുവാലിറ്റിയെ നോർമലൈസ് ചെയ്യുന്നു, അപ്പോൾ അതൊരു ക്യൂർ ഐഡൻറ്റിറ്റീസിനെ മാർജിനലൈസ് ചെയ്യുന്നു. ഇതാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ ആൻഡ് ലീഗൽ ഡിസ്കോഴ്സസ് എന്ത് ചെയ്യുന്നു, LGBT കമ്മ്യൂണിറ്റിയെ അബ്നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ LGBT കമ്മ്യൂണിറ്റിയുടെ കോൺസെപ്റ്റ് എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ജെൻഡർ സ്റ്റഡീസ് ആണ്. ഇപ്പോൾ അതാണ് ഏറ്റവും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടംപററി ടോപ്പിക്. അതാണ് എല്ലാ ടേമും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നത് കേട്ടോ. അടുത്തത് സെക്ഷൽ സിറ്റിസൺഷിപ്പ് ആണ്. സെക്ഷൽ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ റൈറ്റ്സ് ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. ലീഗൽ പ്രൊട്ടക്ഷൻ, മാരേജ് റൈറ്റ്സ്, ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സും ഒക്കെ. പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ നമ്മൾ അൺഫെയർ ആയിട്ട് മാർജിനലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നു ബേസ്ഡ് ഓൺ ജെൻഡർ, റേസോ, സെക്ഷുവാലിറ്റി. അതിനകത്തും LGBTQ കമ്മ്യൂണിറ്റിയെ സ്ത്രീകളുടെ കാര്യമൊക്കെ പറയാം, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ പറയാം, പിന്നെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, പബ്ലിക് പോളിസിയിലുള്ള ഡിസ്ക്രിമിനേഷൻ പറയാം, സൊസൈറ്റിയിലുള്ള ഡിസ്ക്രിമിനേഷൻ പറയാം, ഹേറ്റ് ക്രൈംസ്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, ക്യൂർ ഐഡൻറ്റിറ്റീസിനെ, ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചുമൊക്കെ പറഞ്ഞു പോവാം. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇസ് എൻറ്റൈറ്റിൽഡ് ടു. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ LGBT കമ്മ്യൂണിറ്റി, സ്ത്രീകളുടെ കാര്യമൊക്കെ പറയാം. ഓക്കെ, പിന്നെ ജെൻഡർ ജസ്റ്റിസ് ആണ്. ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ഇനിക്വാളിറ്റീസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യുക, നീതി കൊണ്ടുവരിക, അതാണ് ജെൻഡർ ജസ്റ്റിസ്. അതിനകത്തും ഫെമിനിസവും ഡിസ്ക്രിമിനേഷൻ്റെ കാര്യവും പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യവും LGBTQI കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ കണക്ട് ചെയ്ത് എഴുതുക. ഓക്കെ.